ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പോൾ മുടി നല്ല സിൽക്കി ആൻഡ് സ്മൂത്ത് ആവാനും മുടിക്ക് നല്ല കരുത്ത് കിട്ടാനുമായിട്ട് ഉലുവയും കഞ്ഞിവെള്ളവും എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് തലേ ദിവസം രാത്രി തന്നെ കഞ്ഞിവെള്ളവും ഉലുവയും കൂടെ ഒരുമിച്ച് ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെയാണ് കുളിക്കുന്നതെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ നമുക്കിതുപോലെ ഒരു പാത്രത്തിൽ കഞ്ഞിവെള്ളം എടുക്കുക. അതിലേക്ക് കുറച്ച് ഇപ്പോൾ ഒരു അത്യാവശ്യം വലിയൊരു ബൗളിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും മുടിക്ക് അനുസരിച്ചൊക്കെ എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ 2 പേർക്ക് തേക്കാനൊക്കെ കാണും. അപ്പോൾ മോളുടെ മുടിയിലാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ അവളുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ച് ഇത് തേച്ചാലും കുറച്ചധികം വരും. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ട അതിനനുസരിച്ച് ഉലുവയൊക്കെ എത്ര ഇട്ടാലും കുഴപ്പമില്ല. ഒരു പിടി ഉലുവയൊക്കെ എടുത്തിടാം. എന്നിട്ട് കഞ്ഞിവെള്ളം കൂടെ ഇട്ടാൽ മതി. വെള്ളത്തിൽ ഇട്ടാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കഞ്ഞിവെള്ളം ഇതിൻ്റെ കൂടെ തലയിൽ തേക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കഞ്ഞിവെള്ളത്തിൽ ഇട്ടാലും മതി. നമ്മളിപ്പോൾ ഇത് തലേ ദിവസം രാത്രി തന്നെ എടുത്തു വെച്ചിട്ടുള്ളതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഈ ഉലുവ അതിൽ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ രാവിലെ ഈ കഞ്ഞിവെള്ളത്തിൽ നിന്നും രാവിലെ നമ്മൾ കുളിക്കുന്നതിന് മുമ്പേ ആയിട്ട് കഞ്ഞിവെള്ളത്തിൽ നിന്നും ഈ ഉലുവ മാത്രമായിട്ട് ഒന്ന് അരിച്ച് മാറ്റിയെടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കണ്ട, പകരം ഈ കഞ്ഞിവെള്ളം തന്നെ കുറച്ച് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് സമയമുള്ള ദിവസങ്ങളിലൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ച് സമയം നമ്മൾ തലയിൽ ഇത് തേച്ച് പിടിപ്പിച്ച് നിൽക്കണം. ഇപ്പം നമ്മൾ ഈ ഉലുവ മാത്രമായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ട് കുറച്ച് കഞ്ഞിവെള്ളം ചേർത്താണ് അരയ്ക്കുന്നത്. അരച്ചിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കട്ടിയിൽ തലയിൽ തേക്കാൻ പാടാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ കഞ്ഞിവെള്ളം ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തേക്കാനായിട്ട് കറക്റ്റ് എങ്ങനെയാണോ കയ്യിൽ എടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിനാക്കിയിട്ട് എടുക്കാം. ഇനി ഇത് ഹെയറിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കംപ്ലീറ്റ് ജടയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. നല്ല നീറ്റായിരിക്കണം മുടി. അപ്പോൾ നന്നായിട്ട് ഒന്ന് ജട മാറ്റി ചീവി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ടാണ് നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മോളുടെ മുടിയിൽ ഞാനിത് വീക്ക്ലി ഒരു പ്രാവശ്യം ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് നന്നായിട്ട് മോൾക്ക് മുടിയിൽ കാണുന്നുണ്ട്. നല്ല സിൽക്കി ആയിട്ട് വരാറുണ്ട്. ഇത് ചെയ്തതിന് ശേഷമാണ് മുടി നല്ല സിൽക്കി ആൻഡ് സ്മൂത്തായി കിട്ടിയത്. ഇനി ഇത് ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ ഭാഗത്തും പാർട്ടീഷൻ ചെയ്ത് എടുത്ത് നന്നായിട്ട് സ്കാൽപ്പിലും അതുപോലെ തന്നെ ഹെയറിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം എല്ലാ ഭാഗത്തും പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്യുക. എന്നിട്ട് ഒരു അരമണിക്കൂർ കെട്ടി വയ്ക്കാം. ഇനി നീരിറക്കത്തിൻ്റെ ഒക്കെ പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ ഒരു അരമണിക്കൂറൊന്നും നിൽക്കണ്ട, ഒരു 10-15 മിനിറ്റൊക്കെ നിന്നാലും മതിയാവും. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഒരു അരമണിക്കൂർ നിന്നാൽ നല്ലതായിരിക്കും. പിന്നെ എപ്പോഴും ഇത് തലയിൽ അപ്ലൈ ചെയ്യുന്ന നേരത്ത് വീട്ടിനകത്തൊന്നും നിന്ന് ചെയ്യാതിരിക്കുക, തറയിലൊക്കെ വീഴും. അപ്പോൾ ഒന്നുകിൽ ബാത്റൂമിനകത്തോ അല്ലെങ്കിൽ പുറത്ത് ഒക്കെ നിന്നിട്ടൊക്കെ ഇതുപോലെ തേച്ച് പിടിപ്പിച്ചാൽ മതി. മുടിയിൽ മുഴുവനായിട്ട് നമ്മളിത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് കെട്ടി വയ്ക്കുക. അതിന് ശേഷം അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം മാത്രമേ കുളിക്കാൻ പാടുള്ളൂ. കുട്ടികൾക്കൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ ഇങ്ങനെ ചെയ്തു കൊടുക്കണമെങ്കിൽ മുടിക്ക് വളരെ നല്ലതായിരിക്കും. അവരെ മുടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വരും. ഇനി ഇത് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം, നമ്മൾ തല കഴുകുന്ന സമയത്ത് ഈ കഞ്ഞിവെള്ളം കൂടെ തലയിൽ നന്നായിട്ട് തേച്ചതിന് ശേഷം വേണം കഴുകി കളയാനായിട്ട്. നമ്മൾ ഈ ഉലുവ ഇട്ട് വെച്ചിരുന്ന കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അത് കളയരുത്. അത് എടുത്ത് നമ്മളെ തലയിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് വേണം പിന്നെ നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കാൻ. ഒരുപാട് നേരം വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോഴാണ് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടുന്നത്. അതേപോലെ തന്നെ ഉലുവ മുടിയിൽ പറ്റി പിടിച്ചതെല്ലാം പോകണമെങ്കിൽ ഒരുപാട് സമയം വെള്ളത്തിൽ നന്നായിട്ട് കഴുകണം. എന്നാലും ഉലുവ പെട്ടെന്ന് അങ്ങനെ പോവില്ല, കുറച്ചൊക്കെ മുടിയിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരുപാട് നേരം വെള്ളം കൊണ്ട് നന്നായിട്ട് കഴുകാൻ ശ്രമിക്കുക. ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പം തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ടാകും മുടിയുടെ ഒരു വ്യത്യാസം. പിന്നെ മുടിയിൽ ഉലുവയുടെ പൊടികളൊക്കെ കാണും. നമ്മൾ എത്ര കഴുകിയാലും അത് ശരിക്കും പോവില്ല. അത് ഉണങ്ങിയതിന് ശേഷം നന്നായിട്ടൊന്ന് തട്ടി കളഞ്ഞൊക്കെ കൊടുത്താൽ മതി. അതുകൊണ്ട് കൂടെ തന്നെ ഞാൻ പറഞ്ഞത്, നമ്മൾ പുറത്ത് പോകാൻ വിചാരിക്കുന്നതോ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ ജോലിക്ക് പോകുന്ന ദിവസങ്ങളിലൊന്നും ചെയ്യാതെ നമുക്ക് ഫ്രീ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ മുടിയിൽ ഇതിൻ്റെ പൊടികളൊക്കെ ഇരിക്കാൻ ചാൻസ് ഉണ്ട്. അത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി
കഴുകിയാൽ പോലും കുറച്ച് പോവാതെ തന്നെ മുടി തന്നെ കിടക്കും. അപ്പോൾ അത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ പോവുള്ളൂ. അതുകൊണ്ട് നമ്മൾ വീട്ടിലിരിക്കുന്ന ദിവസം തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം മുടിയുടെ ഒരു ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. മുടി നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ ഞാൻ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ മുടി നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ മുടിക്ക് ആ ഒരു സിൽക്കി ടെക്സ്ചറായിട്ട് മാറുകയും ചെയ്യും. അപ്പം മോൾക്ക് ഞാൻ ഇത് സ്ഥിരമായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് മുടി നല്ല സിൽക്കി ആയിട്ട് ഇരിക്കുന്നത്. ഇപ്പോൾ ഉണങ്ങിയതിന് ശേഷം കണ്ടോ അതിൻ്റെ പൊടികളും മുടിയിൽ നിന്ന് പോയിട്ടുണ്ട്. പിന്നെ ആ ഉലുവയുടെ ഒരു മണം മുടിക്കുണ്ടാവും. പക്ഷേ ഇത് തേച്ചിട്ട് ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഉലുവയുടെ മണം അത് അത്ര കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ മുടിക്ക് നല്ലത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് എന്നെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.